ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥല ഉടമ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തിയത്. ഇതോടെ സെബാസ്റ്റ്യൻ ഒന്നാം പ്രതിയായ ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് വീണ്ടും സജീവമായി. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ചില വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തുകയായിരുന്നു. വീടിന് തെക്കുവശത്തെ പറമ്പിൽ നടത്തിയ പരിശോധനയിലാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതോടെ വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തല കടക്കരപ്പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ്റെ കേസിലേക്കും സംശയങ്ങൾ നീണ്ടു. ഈ കേസിൽ ഒന്നാം പ്രതി സെബാസ്റ്റ്യൻ ആയിരുന്നു. 100-ലധികം അസ്ഥികഷ്ണങ്ങൾ ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലെയും ഇവിടെ ഉച്ചയോടുകൂടി പോലീസ് എത്തിയെങ്കിലും നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇവർ പരിശോധനയ്ക്ക് വരുന്നത് കൊണ്ട് വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷേ അവർ വ്യക്തമായ തെളിവുകളോടുകൂടി തന്നെയാണ് ഇവിടെ എത്തിയത്. ഫോറൻസിക് വിഭാഗം ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് കോട്ടയം, ആലപ്പുഴ ടീം എല്ലാവരും കൂടിയാണ് വന്നു അവർ പരിശോധന നടത്തി കൃത്യമായിട്ട് ആ ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് അവിടെ അസ്ഥിയുടെ കഷ്ണങ്ങൾ 106 പീസോളം വരുന്ന അസ്ഥി കഷ്ണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട അസ്ഥികളുടെ ഭാഗങ്ങളൊക്കെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതവർ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിനടുത്ത് ഒരു 100 മില്ലിയോളം ഡീസൽ ഒരു കുപ്പിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതെല്ലാം ദുരൂഹത ഉണർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഫോറൻസിക് പോലീസ് സർജൻ ആണെങ്കിലും അത് മനുഷ്യൻ്റെ അസ്ഥികൾ തന്നെയാണെന്ന് വെരിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ കാര്യങ്ങളെല്ലാം കേട്ട സ്ഥിതിക്ക് ദുരൂഹത നിറഞ്ഞത് തന്നെയാണെന്നുള്ളത് തന്നെയാണ്. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് പിന്നാലെ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. എന്നാൽ ജൈനമ്മയുമായുള്ള ബന്ധം സെബാസ്റ്റ്യൻ സമ്മതിച്ചിട്ടില്ല. ഫോൺ രേഖകളും സൈബർ സെല്ലിൻ്റെ നിരീക്ഷണങ്ങളും ഇരുവരും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനെ സംബന്ധിച്ചും തിരച്ചിലുണ്ടാകുമെന്നും കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ മറ്റ് മിസ്സിംഗ് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നതായും ക്രൈംബ്രാഞ്ച് പറയുന്നു. ജൈനമ്മയുടെ അവസാന ടവർ ലൊക്കേഷൻ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പുരയിടത്തിലാണ്. കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ ജൈനമ്മയുടേത് തന്നെയാണോ എന്നറിയാൻ DNA പരിശോധനാ ഫലം ലഭിക്കണമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.